ടൈറ്റിലും തംബ്നെയിലും കണ്ടതുപോലെ ഒരു രൂപ മുടക്കാതെ ചെയ്യുവാൻ പറ്റിയ നല്ല 4 ബിസിനസ് മോഡലുകളാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ ഒരു സ്കൂൾ വിദ്യാർത്ഥിയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് തുടങ്ങുവാൻ പറ്റിയ കുറച്ച് ബിസിനസ് മോഡലുകളാണ് ഇത്. ഏതൊക്കെയാണ് എന്ന് ഞാൻ പറയുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കാണുന്നത് പോലെ നിങ്ങൾ ഇന്ന ആപ്പ് ഉപയോഗിച്ച് കാശുണ്ടാക്കാം, അല്ലെങ്കിൽ ഓൺലൈനായി ഇന്ന ജോബ് ചെയ്ത് ഒരുപാട് പൈസ ഉണ്ടാക്കാം, അതിനായി ആദ്യം നിങ്ങൾ ഇന്ന കോഴ്സ് എടുക്കുക എന്നൊക്കെ പറയുന്ന ഒരുപാട് തട്ടിപ്പുകളുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ബിസിനസ് മോഡലുകൾ ഒന്നും തന്നെ അത്തരത്തിലുള്ളതല്ല. എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ വളരെ എളുപ്പം പെട്ടെന്ന് വളരെ കാശുണ്ടാക്കുവാൻ സാധിക്കില്ല. എന്നാൽ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ട് നല്ല കൺസിസ്റ്റന്റ് ആയി ഞാൻ ഈ പറയുന്ന ഏതെങ്കിലും ബിസിനസ് മോഡൽ നിങ്ങൾക്ക് ഏതാണോ ചെയ്യുവാൻ പറ്റുന്നത് എന്ന് തോന്നുന്ന ഒരു ബിസിനസ് മോഡൽ തിരഞ്ഞെടുത്ത് അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഓർക്കുക, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഇന്ന് തുടങ്ങിയാൽ നാളെ തൊട്ട് ഒരുപാട് കാശ് കിട്ടുമെന്നൊന്നും ചിന്തിക്കരുത്. പക്ഷേ ഇത് ചെയ്യുവാൻ തുടങ്ങി കുറച്ചുനാൾ അത് നല്ല രീതിയിൽ തന്നെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള പൈസ ഇതിൽ നിന്ന് ഉണ്ടാക്കുവാൻ സാധിക്കും. 4 ടൈപ്പ് ബിസിനസ് മോഡലുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. എന്നാൽ ഈ പറയുവാൻ പോകുന്ന ഓരോ ബിസിനസ് മോഡലുകളുടെയും കംപ്ലീറ്റ് ഫ്രീ കോഴ്സ് നമ്മളുടെ ചാനലിലൂടെ തന്നെ ഇനി വരുന്ന ദിവസങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യത്തെ ബിസിനസ് മോഡലാണ് ഡ്രോപ്പ് സർവീസിംഗ്. മലയാളത്തിൽ ഇതിനെക്കുറിച്ച് ഒരാൾ പോലും വീഡിയോ ചെയ്തിട്ടില്ല. ഡ്രോപ്പ് സർവീസിംഗ് എന്നാൽ മറ്റുള്ള ഒരു ബിസിനസ് മോഡലിനെ പോലെയല്ല. കാരണം ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സ്കില്ലിന്റെ ആവശ്യവുമില്ല. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഇത് പറഞ്ഞു തരാം. ഇപ്പോൾ ഒരാൾ ഒരു കമ്പനി തുടങ്ങുകയാണ്. അയാൾക്ക് പ്രധാനമായും വേണ്ട ഒരു കാര്യമാണ് അയാളുടെ വെബ്സൈറ്റ്. അതുകൊണ്ട് തന്നെ മിക്കവരും തങ്ങളുടെ കമ്പനികളുടെ പേരിൽ ഒരു വെബ്സൈറ്റ് തുടങ്ങുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള പല കമ്പനികളുടെയും വെബ്സൈറ്റുകൾ അത്ര നല്ലതായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഈ കമ്പനിയെ കോൺടാക്ട് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, കമ്പനിയൊക്കെ കോൺടാക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടല്ലേ എന്ന്. എന്നാലും അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഇത്. നിങ്ങൾ അവർക്കൊരു ഇമെയിൽ അയക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കോൺടാക്ട് നമ്പറിൽ പോയി അങ്ങനെ അവരുമായി കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ കിട്ടുവാൻ വേണ്ടി നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ കയറിയാൽ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ മോശം വെബ്സൈറ്റുകൾ ഉള്ള അല്ലെങ്കിൽ അത്ര നല്ല വെബ്സൈറ്റുകൾ ആണെന്ന് തോന്നിക്കാത്ത വെബ്സൈറ്റുകൾ ഉള്ള കമ്പനികളെ കോൺടാക്ട് ചെയ്യുക. ഇത്തരത്തിൽ നിങ്ങൾ കുറച്ച് അധികം കമ്പനികളെ കോൺടാക്ട് ചെയ്യുമ്പോൾ കുറച്ച് പേരെങ്കിലും നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാതെ ഇരിക്കില്ല. ഇത്തരത്തിൽ റെസ്പോണ്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ അവരെ പറഞ്ഞ് ഇംപ്രസ് ചെയ്യിക്കുക. നിങ്ങളുടെ വെബ്സൈറ്റ് ഞങ്ങൾ വളരെ മനോഹരമാക്കി തരുമെന്നും ഇതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സെയിൽസ് കിട്ടുമെന്നും ഒക്കെ പറഞ്ഞ് അവരെ ഇംപ്രസ് ചെയ്യുവാൻ ശ്രമിക്കുക. അങ്ങനെ അവർ ഇംപ്രസ് ആയതിനു ശേഷം നിങ്ങൾ ആദ്യമേ തന്നെ കുറച്ച് തുക ചോദിക്കുക. ഉദാഹരണത്തിനായി നിങ്ങൾ ഈ വെബ്സൈറ്റ് ഉണ്ടാക്കുവാൻ ചോദിക്കുന്ന മൊത്തം തുക 10,000 രൂപയാണ് എന്ന് കരുതുക. ഒരു 2,000 രൂപ ആദ്യമേ അടയ്ക്കുവാൻ പറയുക. അപ്പോൾ കസ്റ്റമർ ആദ്യമേ ഇത് സമ്മതിക്കുവാനുള്ള സാധ്യത കുറവാണ്. കാരണം പെട്ടെന്നൊരു ഓൺലൈനിൽ കണ്ട ഒരാൾ തങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ആദ്യമേ പൈസ ചോദിച്ചാൽ ഒരാളും വിശ്വസിക്കില്ല. അഥവാ ആ കസ്റ്റമർ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൂഫും കാര്യങ്ങളും ഒക്കെ കൊടുക്കുക. ആ പൈസ കിട്ടിയതിന് ശേഷം ഫ്രീലാൻസറോ അല്ലെങ്കിൽ ഫീവറോ തുടങ്ങിയ വെബ്സൈറ്റുകളിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വെബ്സൈറ്റ് ഡിസൈനേഴ്സിനെ കാണാൻ സാധിക്കും. ഇതിനകത്ത് നിന്ന് ഒരു വെബ്സൈറ്റ് ഡിസൈനറിനെ നിങ്ങൾ കണ്ടെത്തിയതിന് ശേഷം നിങ്ങൾക്ക് ആ കിട്ടിയ പൈസ കൊടുക്കുക. അല്ലെങ്കിൽ ആ വെബ്സൈറ്റ് ഡിസൈനർ എത്ര രൂപയാണോ അതിനുവേണ്ടി ഈടാക്കുന്നത് അത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ കസ്റ്റമറിന് വേണ്ട രീതിയിലുള്ള വെബ്സൈറ്റുകൾ ബിൽഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്തതിന് ശേഷം കസ്റ്റമർക്ക് നിങ്ങൾ വെബ്സൈറ്റ് കൊടുക്കുക. അപ്പോൾ ബാക്കി 8,000 രൂപ അയാൾ നിങ്ങൾക്ക് പേ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ തുക വെറും ഒരു കണക്ക് മാത്രമാണ്. അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെബ്സൈറ്റ് അനുസരിച്ച് റേറ്റ് മാറുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരോട് പൈസ കൂടുതൽ ചോദിക്കുകയും ചെയ്യണം. ഇത്തരത്തിൽ വെബ്സൈറ്റ് മാത്രമല്ല, ലോഗോ ഡിസൈനിങ്, ഫേസ്ബുക്ക് ആഡ്സ്, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡ്രോപ്പ് സർവീസിംഗ് നീഷായിട്ട് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് കേട്ടിട്ട് വലിയ രീതിയിൽ മനസ്സിലായില്ലെങ്കിൽ പേടിക്കേണ്ടതില്ല. അടുത്തൊരു വീഡിയോയിൽ ഡ്രോപ്പ് സർവീസിംഗിന്റെ ഫ്രീ കോഴ്സ് ഞാൻ മലയാളത്തിൽ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. രണ്ടാമത്തെ ബിസിനസ് മോഡലാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. എന്താണ് ഡ്രോപ്പ് ഷിപ്പിംഗ്? വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഷോപ്പിഫൈ ഉപയോഗിച്ചൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുക. ഇനി വരുന്ന വീഡിയോയിൽ എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കേണ്ടതെന്നും എല്ലാ കംപ്ലീറ്റ് ഫ്രീ കോഴ്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇതൊന്നും കേട്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നിങ്ങൾ ഒരു വെബ്സൈറ്റ് തുടങ്ങിയതിന് ശേഷം അത് ഏത് പ്രൊഡക്റ്റിന്റെ ആയിക്കോട്ടെ, ഇപ്പോൾ ഒരാൾക്ക് ആ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഓർഡർ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അങ്ങനെ ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സപ്ലയറിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഷോപ്പിഫൈയിലൂടെ നിങ്ങൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഞാൻ ഇനി അടുത്ത വരുന്ന കോഴ്സിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒന്നും വിഷമിക്കേണ്ടതില്ല.
അങ്ങനെ നിങ്ങൾ സപ്ലയറിനെ കണ്ടെത്തിയതിനു ശേഷം നിങ്ങൾക്ക് കിട്ടിയ ഓർഡർ ഡീറ്റെയിൽസ് എല്ലാം അയാൾക്ക് കൊടുക്കുക. അതായത് ഓർഡർ കിട്ടിയ ആളുടെ അഡ്രസ്സും മറ്റു ഡീറ്റെയിൽസും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ആ സപ്ലയർ ഡയറക്റ്റ് കസ്റ്റമറിന് ഈ പ്രൊഡക്റ്റ് ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ആ സപ്ലയർ ആ പ്രൊഡക്റ്റ് തരുന്നത് 200 രൂപയ്ക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് 400 രൂപയ്ക്ക് അല്ലെങ്കിൽ 350 രൂപയ്ക്കൊക്കെ വിൽക്കുവാൻ സാധിക്കും. അപ്പോൾ ബാക്കി 150-200 രൂപയാണ് നിങ്ങളുടെ പ്രോഫിറ്റ്. പ്രൊഡക്റ്റ് ക്യാഷ് ഓൺ ഡെലിവറി ആണ് എന്നുണ്ടെങ്കിൽ സപ്ലയർക്കായിരിക്കും ഫുൾ പൈസയും പോകുന്നത്. ആ പൈസ സപ്ലയറിന് കിട്ടിയതിന് ശേഷം നമുക്ക് നമ്മുടെ ലാഭം അയാൾ അയച്ചു തരുന്നതായിരിക്കും. അതല്ല, ഇപ്പോൾ പ്രീപെയ്ഡ് ആണെങ്കിൽ നമുക്ക് ആദ്യം പൈസ കിട്ടും. അപ്പോൾ നിങ്ങൾ ആ പ്രൊഡക്റ്റിന്റെ പൈസ സപ്ലയറിന് അയച്ചു കൊടുക്കണം. അയാൾ നിങ്ങളുടെ കസ്റ്റമറിലേക്ക് ഡെലിവറി ചെയ്തു കൊടുക്കും. ഇവിടെ നിങ്ങൾ ഒരു സാധനം പോലും നിങ്ങളുടെ കൈവശം വെക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഓർഡർ മാത്രം കിട്ടിയാൽ മതി. ഇതിനുവേണ്ടി എങ്ങനെ ഒരു വെബ്സൈറ്റ് തുടങ്ങാമെന്നും എന്തൊക്കെ ചെയ്യണമെന്നും ഒക്കെ നമ്മുടെ ഫ്രീ കോഴ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മലയാളത്തിൽ ഈ കോഴ്സ് അവൈലബിൾ ആണെങ്കിലും പലരും ഇതിന് പൈസ വാങ്ങിച്ചിട്ടാണ് സെല്ല് ചെയ്തത്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോകളിൽ ഫ്രീ ആയി പഠിപ്പിച്ചു തരുന്നതാണ്. മൂന്നാമത്തേതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മളെല്ലാവരും ആമസോൺ അടക്കമുള്ള ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നവരാണ്. എന്നാൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് തന്നെ പൈസ ഉണ്ടാക്കാവുന്നതുമാണ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആമസോൺ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ കയറി നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം ഒരു മെമ്പർഷിപ്പ് എടുക്കുക. ഫ്രീ ആണ്. ആമസോൺ അസോസിയേറ്റ്സ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിനകത്ത് കയറി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കും. നിങ്ങളുടെ ആമസോൺ അക്കൗണ്ട് വെച്ച് തന്നെ നിങ്ങൾക്ക് ഇത് ലോഗിൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ ബാങ്ക് ഡീറ്റെയിൽസും മറ്റുമെല്ലാം കൊടുത്ത് ലോഗിൻ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു ലിങ്ക് ലഭിക്കും. എല്ലാ പ്രൊഡക്റ്റിനും ഓരോ യൂണീക്ക് ലിങ്ക് നിങ്ങൾക്ക് മാത്രമായി ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് കിട്ടിയ ആ ലിങ്ക് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അതിൽ നിന്ന് ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ നിങ്ങൾക്കൊരു നിശ്ചിത തുക കമ്മീഷൻ ലഭിക്കുന്നതാണ്. 5% മുതൽ 10% വരെ ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്നതാണ്. ഉദാഹരണത്തിന് 1000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് ആണ് വിറ്റതെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് 100 രൂപയെങ്കിലും ലഭിക്കുന്നതാണ്. ഓരോ പ്രൊഡക്റ്റ് അനുസരിച്ചും അതിന്റെ പെർസെന്റേജ് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ആമസോൺ അഫിലിയേറ്റീവ് എങ്ങനെ അക്കൗണ്ട് തുടങ്ങാമെന്നും ഇതെങ്ങനെ ഒരു വിജയകരമായി മാറ്റാമെന്നും ആമസോൺ അഫിലിയേറ്റീവ് ഫ്രീ കോഴ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ആ വീഡിയോയും നമ്മളുടെ ചാനലിൽ ഉടനെ വരുന്നതാണ്. ബേസിക്കലി ഇതാണ് ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അടുത്തതാണ് ഡിജിറ്റൽ പ്രൊഡക്ട്സ് സെല്ലിംഗ്. ഡിജിറ്റൽ പ്രൊഡക്ട്സ് എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ഇ ബുക്ക്, ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ വീഡിയോ കോഴ്സുകൾ, ഇതെല്ലാം ഡിജിറ്റൽ പ്രൊഡക്ട്സ് ആണ്. നമ്മൾ നോക്കുന്നത് ഇ ബുക്കിനെ കുറിച്ചാണ്. ഇ ബുക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഫിസിക്കലി ഒരു ബുക്കല്ല, നമുക്ക് നമ്മുടെ ഫോണിലൂടെ തന്നെ ഒരു ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് വായിക്കാവുന്നതാണ്. 2024 ഇത് വളരെ പോപ്പുലർ ആണ്. നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇ ബുക്കുകൾ ഓൺലൈനിലൂടെ വിൽക്കാവുന്നതാണ്. എന്തായാലും ഇതിനെക്കുറിച്ചും ഞാനൊരു ഫ്രീ കോഴ്സ് യൂട്യൂബിലൂടെ തന്നെ ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ നിങ്ങൾക്ക് ഞാനൊരു 100-ലധികം ഇ ബുക്കുകൾ ഫ്രീ ആയിട്ട് തരുന്നതുമാണ്. ആ ബുക്ക് നിങ്ങൾക്ക് വിൽക്കാവുന്നതാണ്. ആ വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് ഇതിനെ പറ്റി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ 4 ബിസിനസ് മോഡലുകൾ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് കഷ്ടപ്പെട്ടാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള വരുമാനം ഉണ്ടാക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഇന്ന് പറഞ്ഞ ഓരോ ബിസിനസ് മോഡലുകളെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയി ഫ്രീ ആയി നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മലയാളത്തിൽ പലരും ഈ കോഴ്സുകളെല്ലാം പൈസയ്ക്കാണ് വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും എന്റെ ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിരിക്കാം. അതിൽ നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുക. എന്ത് സംശയമായാൽ തന്നെയും ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.